ചെങ്കടൽ മേഖല തുടർന്നും കലുഷിതമായി തുടരുന്നു. ഹൂതികളാണ് ആ ഭാഗം ഭാഗികമായെങ്കിലും നിയന്ത്രിക്കുന്നത്. അറബിക്കടലിൽ നിന്നും ചെങ്കടലിലേക്ക് കടക്കുന്ന ആ ഒരു കടലിടുക്ക് അല്ലെങ്കിൽ ഏദൻ കടലിടുക്ക്, അത് കഴിഞ്ഞ് ചെല്ലുമ്പോൾ ഉണ്ടാകുന്ന ഒരു ചെറിയ കുപ്പിക്കഴുത്ത് പോലൊരു ഭാഗമാണ് ബാബ് എൽ മന്ദേബ്. അത് കടന്നു വേണം അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും ലോകത്ത് എമ്പാടുമുള്ള വാണിജ്യ ശക്തികളുടെയൊക്കെ കപ്പലുകൾ ചെങ്കടലിലേക്ക് കടക്കുന്നത് അതുവഴിയാണ്. ആ ഭാഗത്താണ് യമൻ എന്ന രാജ്യത്തിൻ്റെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്തുള്ള ഹൂതികൾ താവളമാക്കിയിരിക്കുന്നത്. ഈ കഴിഞ്ഞ ദിവസം വന്ന പ്രധാനപ്പെട്ട വാർത്ത, ഹൂതികൾക്ക് നേരെ അമേരിക്ക നേരിട്ട് അതിഭീകരമായ ആക്രമണം അഴിച്ചുവിട്ടിരിക്കുന്നു. ഹൂതികളുടെ തലസ്ഥാനമായ സന നഗരം ചുട്ട് ചാമ്പലാക്കിയിരിക്കുന്നു. ഹൂതി നേതാക്കൾക്കെതിരെ വ്യക്തിപരമായി ഐഡന്റിഫൈ ചെയ്ത് ഹൂതികളുടെ പ്രമുഖ നേതാക്കളെ തിരഞ്ഞുപിടിച്ച് ആക്രമിക്കുകയാണ്. 31 മരണങ്ങളാണ് ഇതുവരെ കൺഫേം ചെയ്തിട്ടുള്ളത്. പക്ഷേ 100-ലധികം പേര് കൊല്ലപ്പെട്ടിരിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. അപ്പോൾ ഇത് പുതിയൊരു വിഷയമല്ല, കുറെ കാലമായി തുടരുന്ന ഒരു വിഷയമാണ് ഹൂതി വിമതർ എന്ന് പറയുമ്പോഴും യമന്റെ ഭരണകൂടമായി യഥാർത്ഥത്തിൽ പ്രമുഖ ഭാഗങ്ങളെല്ലാം നിയന്ത്രിക്കുന്നത് ഒരു ട്രൈബൽ വിഭാഗമായ ഷിയ വേരുകളുള്ള ഇറാനിൽ നിന്നും സഹായം സ്വീകരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഭാഗമാണ്. അവരെയാണ് ഹൂതികൾ എന്ന് പറയുന്നത്. ആ വിഭാഗത്തിന് 30,000-ലധികം ഫൈറ്റേഴ്സ് ഉണ്ട്. അവർ ഒറിജിനലി അത്ര ട്രെയിൻഡ് ആളുകളായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ വലിയ തോതിലുള്ള ആയുധങ്ങൾ ഇറാനിൽ നിന്നും റഷ്യയിൽ നിന്നും അവർക്ക് ലഭിക്കുന്നുണ്ട് എന്നത് പരമസത്യവുമാണ്. അവർക്ക് ഹൈപ്പർ സോണിക് ബാലിസ്റ്റിക് മിസൈൽ ഉൾപ്പെടെയുണ്ട്. ഇസ്രായേലിനെതിരെ പ്രയോഗിച്ച 2-3 പ്രാവശ്യമായി ഇസ്രായേലിനെതിരെ ഉൾപ്പെടെ ദീർഘദൂര 2000-ലധികം കിലോമീറ്ററുകൾ താണ്ടിയെങ്കിൽ മാത്രമേ ഇസ്രായേലിലെത്തൂ. അപ്പോൾ അങ്ങനെയുള്ള മിസൈലുകൾ പോലും കൈവശമുള്ളതും ആയിരക്കണക്കിന് ഡ്രോണുകൾ കൈവശമുള്ളതുമായ ഹൂതികൾ ചെങ്കടൽ മേഖലയിലെ വ്യാപാരത്തിന് വളരെ വലിയ ഭീഷണിയാണ്. അത് നമുക്കറിയാമല്ലോ, ഒരു ആക്സിസ് പവേഴ്സ്, ഇറാൻ സഹായം നൽകുന്ന യമനിലെ ഹൂതികളും ലെബനനിലെ ഹിസ്ബുള്ളയും അതുപോലെ പലസ്തീനിലെ അതായത് ഗസയിലെ ഹമാസും അതുപോലെ മറ്റ് ഷിയ ഗ്രൂപ്പുകൾ, ഇറാഖിലും സിറിയയിലുമുള്ള ഷിയ ഗ്രൂപ്പുകളും എല്ലാം ചേരുന്ന ഒരു ഗ്രാൻഡ് കോയലീഷൻ. അതാണ് ഇസ്രായേലിൻ്റെയും അമേരിക്കയിലെയും ആ മേഖലയിലെ താല്പര്യങ്ങൾക്കെതിരെ ശക്തമായി പ്രതികരിച്ചു നിൽക്കുന്ന വിഭാഗമാണ്. അതിൽ ഇപ്പോഴും ശക്തി നിലനിർത്തുന്ന വിഭാഗമാണ് ഹൂതികൾ. അതുകൊണ്ട് അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും സ്കീം ഓഫ് തിങ്സിന് ഒട്ടും ചേരുന്നതല്ല ഹൂതികളുടെ സാന്നിധ്യം. അതുകൊണ്ട് ഡൊണാൾഡ് ട്രംപ് അമേരിക്കൻ പ്രസിഡന്റ് പദത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ഉടനെ തന്നെ അദ്ദേഹം പരസ്യമായിട്ട് പറഞ്ഞു, മുൻ ഗവൺമെന്റ് അതായത് ബൈഡൻ അഡ്മിനിസ്ട്രേഷൻ പൂർണ്ണ പരാജയമായിരുന്നു. ഹൂതികളെ അവസാനിപ്പിക്കാൻ ലഭിച്ച അവസരം ബൈഡൻ നഷ്ടപ്പെടുത്തി. എന്നാൽ താൻ അത് ഏറ്റെടുക്കുക എന്ന് പറയുക മാത്രമല്ല, അദ്ദേഹം കഴിഞ്ഞ ദിവസം ശരിയായി പ്രവർത്തിക്കുക പോലെ ചെയ്തു. അതിതാണ് അമേരിക്കയുടെ ഈ കപ്പലുകൾ യഥേഷ്ടം വിഹരിക്കുന്ന ഒരു പ്രദേശമാണ്. ലോക വ്യാപാരത്തിൻ്റെ, ആഗോള വ്യാപാരത്തിൻ്റെ ഏതാണ്ട് 11% കടന്നു പോകുന്നത് ബാബൽ മന്ദേബ് വഴിയുള്ള കടലിടുക്കിലൂടെയാണ്. അതായത് ഹൂതികൾ നിയന്ത്രിക്കുന്ന ആ ഒരു ഭാഗത്തു കൂടിയാണ്. ഹൂതികളുടെ നിയന്ത്രണം എന്ന് പറയാനാവില്ല, പക്ഷേ ഹൂതികൾ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ആ മേഖലയിലൂടെയാണ്. മാത്രമല്ല, ഈ വാണിജ്യ കാര്യം നോക്കുമ്പോൾ, ഒരു കണ്ടെയ്നർ ഷിപ്പുകളുടെ കാര്യം നോക്കുമ്പോൾ അതിൻ്റെ 30%, ലോകത്താകമാനമുള്ള കണ്ടെയ്നർ ഷിപ്പുകളുടെ 30% കടന്നു പോകുന്നത് ആ മേഖലയിലൂടെയാണ്. അതുകൊണ്ട് അത് മാത്രമല്ല, ആ പ്രദേശത്തിൻ്റെ ആകമാന സ്റ്റെബിലിറ്റി, സെക്യൂരിറ്റി, എക്കണോമിക് പ്രോഗ്രസ് ഏഷ്യയും യൂറോപ്പും തമ്മിലുള്ള പ്രധാന വാണിജ്യപാതയിൽ ഒന്നുകൂടിയാണ് ചെങ്കടൽ വഴി കടന്ന് സൂയസ് കനാലിലെത്തി അവിടുന്ന് മെഡിറ്ററേനിയൻ കടലിലെത്തി യൂറോപ്പിൻ്റെ തുറമുഖങ്ങളിലേക്ക് പോകുന്ന ആ കപ്പൽ ഗതാഗത പാത. ആ പാത എന്ത് വിധേനയും സംരക്ഷിക്കേണ്ടത് ട്രേഡിംഗ് താല്പര്യമാണ്. അമേരിക്കയുടെ മാത്രമല്ല, പടിഞ്ഞാറൻ യൂറോപ്പിൻ്റെയും മധ്യപൗരസ്ത്യ പ്രദേശത്തെ രാജ്യങ്ങളുടെയും എല്ലാം താല്പര്യമാണ്. അവിടെ ഹൂതികൾ ഒരു നിലപാടെടുത്തിട്ടുണ്ട്. ഇസ്രായേൽ പലസ്തീനിൽ അതിക്രമങ്ങൾ കാട്ടുന്നിടത്തോളം കാലം, അല്ലെങ്കിൽ ഗാസയിൽ ഇസ്രായേൽ തുടർന്നും ആക്രമണം നടത്തുന്നിടത്തോളം കാലം, അല്ല എങ്കിൽ ഇപ്പോൾ വെടിനിർത്തൽ ജനുവരി 18 നിലവിൽ വന്ന വെടിനിർത്തലിന് ശേഷവും ഒരു പരിധിവരെ സാധനങ്ങൾ കടത്തിവിടുന്നതിന് ഇസ്രായേൽ എതിരാണ്.
അതായത് പൂർണ്ണമായി സപ്ലൈ റൂട്ടുകൾ പുനഃസ്ഥാപിക്കപ്പെടാൻ സാധിച്ചിട്ടില്ല. അപ്പോൾ അതിനൊക്കെ എതിരെ ഹൂതികൾ മിസൈൽ ആക്രമണം, ഡ്രോൺ ആക്രമണം എല്ലാം നടത്തുകയാണ്. അത് സാധിക്കുന്നത് അവരുടെ മൂക്കിന് മുന്നിലൂടെ കടന്നു പോകുന്ന കപ്പലുകളിലാണ്. അങ്ങനെയാണ് കഴിഞ്ഞ വർഷം അമേരിക്കയുടെ വിമാനവാഹിനി കപ്പൽ, ആ വിമാനവാഹിനി കപ്പൽ എബ്രഹാം ലിങ്കൺ, അത് വലിയൊരു വിമാനവാഹിനി കപ്പലാണ്. അപ്പം USS എബ്രഹാം ലിങ്കന്റെ സമീപത്ത് വരെ കഴിഞ്ഞ വർഷം ഒരു ഹൂതി മിസൈൽ പതിച്ചു എന്ന് പറയുമ്പോൾ നാശനഷ്ടങ്ങളൊന്നും ഉണ്ടായില്ല. പക്ഷേ അത് അമേരിക്കയെ ഇരുത്തി ചിന്തിപ്പിക്കുന്ന ഒന്നാണ്. മിസൈൽ പോയിട്ട് ഒരു കാക്ക പോലും കിലോമീറ്ററുകൾക്ക് ചുറ്റും പറക്കാനാവാത്ത രീതിയിലുള്ള സുരക്ഷാ സന്നാഹങ്ങളാണ് അമേരിക്കൻ ബാറ്റിൽ ഷിപ്പുകൾ, പ്രത്യേകിച്ചും എയർക്രാഫ്റ്റ് കാരിയർ, അതൊക്കെ ഫ്ലോട്ടിംഗ് എംപയർസ് എന്നാണ് പറയുക. അമേരിക്കയുടെ സ്വതന്ത്ര പരമാധികാര പ്രദേശമായി കരുതപ്പെടുന്നതാണ്. ഇന്ത്യക്ക് കപ്പലുകളുണ്ട്, INS റേഞ്ചിലുള്ള പല വിമാനവാഹിനി കപ്പലുകളുണ്ട്. ഇതെല്ലാം തന്നെ ഇന്ത്യയുടെ പരമാധികാര പ്രദേശമായി, കടലിലുള്ള ഇന്ത്യയുടെ സാന്നിധ്യമായി കരുതാം. ഈ വിമാനവാഹിനി കപ്പലുകളെ ആക്രമിച്ചാൽ അതിനർത്ഥം ആ രാജ്യത്തെ തന്നെ ആക്രമിക്കുന്നു എന്നതാണ്. സാധാരണ കപ്പലുകൾ പോലെയല്ല. അനേക ഹെലികോപ്റ്ററുകളും വിമാനങ്ങളും ഒക്കെ വഹിച്ചുകൊണ്ട് പോവുകയും റൺവേ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉള്ളതുമായ അനേക ആയിരക്കണക്കിന് ജീവനക്കാരും ഒക്കെയുള്ള ഒരു പ്രദേശം പോലെ തന്നെയാണ്. വലിയ ഒരു ബാറ്റിൽ ഫീൽഡ് പോലെയാണ്, അല്ലെങ്കിൽ വലിയൊരു മൈതാനം പോലെ കിടക്കുന്ന കപ്പലുകളാണ്. ഇപ്പോൾ നിലവിൽ ഹാരി എസ് ട്രൂമാൻ എന്ന കപ്പലിൽ നിന്നാണ് വലിയ തോതിലുള്ള ആക്രമണം കഴിഞ്ഞ ദിവസം ഉണ്ടായിരിക്കുന്നത്. ഈ ഹാരി എസ് ട്രൂമാനിൽ നിന്നും കുതിച്ചു പാഞ്ഞ റോക്കറ്റുകളും ഡ്രോണുകളും എല്ലാം തന്നെ തീമഴയാണ് പെയ്ച്ചത്. യമന്റെ വിവിധ ഭാഗങ്ങളിൽ, യമന്റെ പോർട്ട് സിറ്റി ഉൾപ്പെടെയുള്ള ഭാഗങ്ങളിൽ വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായി. അതിനർത്ഥം ഇത് ഒരു ആക്രമണത്തിന്റെ തുടക്കം മാത്രമാണ് എന്നാണ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ കൂടുതൽ ആക്രമണങ്ങൾ പ്രതീക്ഷിക്കാം. കഴിഞ്ഞ ദിവസം ഹൂതികളുടെ ഭാഗത്ത് നിന്ന് അതിശക്തമായ ഒരു പ്രഖ്യാപനം ഉണ്ടായി, അല്ലെങ്കിൽ ഒരു വാർത്താക്കുറിപ്പാണ്, അതൊരു പരസ്യമായി പറയുന്ന ഒരു വാർത്താക്കുറിപ്പാണ്. ഒരു ബാക്ക്ഗ്രൗണ്ടിൽ ഒരു ബ്ലാങ്ക് ബാക്ക്ഗ്രൗണ്ട്, അതിൽ നിന്നുകൊണ്ട് ഹൂതി വക്താവ് പറഞ്ഞിരിക്കുന്നത്, ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഈ അമേരിക്കൻ ബാറ്റിൽ ഷിപ്പ്, അതായത് USS ഹാരി എസ് ട്രൂമാനെതിരെ ആക്രമണം നടത്തി. അതിലെന്ത് നാശനഷ്ടങ്ങൾ സംഭവിച്ചു എന്ന് അറിയില്ല. അപ്പോൾ ഹൂതികളുടെ പരമോന്നത നേതാവ് അബ്ദുൾ മലിക് അൽ ഹൂതി, അബ്ദുൾ മലിക് അൽ ഹൂതിയാണ് ഹൂതികളുടെ പൊതുവെയുള്ള നിയന്ത്രണം. അവർക്കൊരു പോളിറ്റ് ബ്യൂറോ സംവിധാനം, അവർക്കൊരു പ്രത്യേക സ്ട്രെയിഞ്ച് സംവിധാനമാണ് അവിടുത്തെ ഭരണ സംവിധാനം. അതിനെല്ലാം തലപ്പത്തുള്ള അൽ ഹൂതി പറഞ്ഞിരിക്കുന്നത്, അമേരിക്കയ്ക്കെതിരെ അജാന്ത ശത്രുവായി അമേരിക്കയെ പ്രഖ്യാപിച്ചുകൊണ്ട് അമേരിക്കയ്ക്കെതിരെ അവസാനം വരെ പോരാടുമെന്നാണ്. ഇതൊരു വാക്കുകളിൽ ഒതുങ്ങുന്ന പ്രഖ്യാപനമാണെന്ന് നമുക്ക് തോന്നാമെങ്കിലും ഈ ഹൂതികളെ പൂർണ്ണമായി എലിമിനേറ്റ് ചെയ്യാതെ അമേരിക്കയ്ക്കും ഇസ്രയേലിനും അവിടെ ആ പ്രദേശത്ത് താല്പര്യങ്ങൾ സംരക്ഷിക്കാനാവില്ല. ഇസ്രയേലിൻ്റെ കപ്പലുകൾക്ക് ഇസ്രയേലിൻ്റെ ഏക ചെങ്കടൽ തുറമുഖം, അതിലേക്ക് പോകണമെങ്കിൽ ആ പ്രദേശം കടക്കണം. അതുകൊണ്ട് ഇസ്രായേലി കപ്പലുകൾ ഇപ്പം ആ ഭാഗത്തേക്ക് പോകുന്നതേയില്ല. അതിലെ പോയിക്കൊണ്ടിരുന്ന കപ്പലുകളുടെ നല്ല പങ്ക് വലിയ ഒരു ചുറ്റി, അതായത് ആഫ്രിക്കൻ വൻകര മുഴുവൻ ചുറ്റി, കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് മുനമ്പ് ചുറ്റി ആഫ്രിക്കയെ വലം വെച്ച് യൂറോപ്പിലെത്തുന്നു. ദിവസങ്ങൾ, ആഴ്ചകളുടെ നഷ്ടമാണ് ഉണ്ടാവുക. കോടികളുടെ വരുമാന നഷ്ടവും ഉണ്ടാകുകയാണ് കപ്പൽ കമ്പനികൾക്ക്. അതുകൊണ്ട് ചരക്ക് ഗതാഗതം ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് എന്തു വിധേനയും അമേരിക്കയുടെ പ്രസിഡന്റായ ഡൊണാൾഡ് ട്രംപ് എന്ന ബിസിനസ്സുകാരൻ എന്തു വിധേനയും ആഗോള വ്യാപാരം സുഗമമായി നടത്താനുള്ള തീരുമാനമെടുത്തിരിക്കുകയാണ്. അതുകൊണ്ട് ബ്രിട്ടീഷുകാരെയും ഫ്രഞ്ചുകാരെയും ഇക്കാര്യത്തിൽ അദ്ദേഹത്തിന് വേണം. വ്യാപാര യുദ്ധമൊക്കെ ഒരു വശത്ത് നടക്കും, പക്ഷേ ഹൂതികളെ മെരിക്കുന്നതിന് ഒരു ട്രാൻസ് അറ്റ്ലാന്റിക് അലയൻസ് തന്നെ ഉണ്ട്. പക്ഷേ അമേരിക്ക ഇതിനകത്ത് മുൻകൈ എടുത്തിരിക്കുകയാണ്. ട്രംപിന്റെ ഭരണകാലത്ത് നടന്ന ഭൗതികമായ ആദ്യത്തെ വാക്ധോരണി കൊണ്ടുള്ള അറ്റാക്കല്ല, ഭൗതികമായ ആദ്യത്തെ മേജർ സ്ട്രൈക്കാണ് ഹൂതികൾക്കെതിരെ കഴിഞ്ഞ ദിവസം നടന്നിരിക്കുന്നത്. അതുകൊണ്ട് ഇസ്രായേൽ ഗസ യുദ്ധം ഒരു പ്രത്യേക ഘട്ടത്തിലെത്തി നിൽക്കുന്നു. വെടിനിർത്തൽ തുടരുകയാണ്. രണ്ടാം ഘട്ട വെടിനിർത്തലിനെ കുറിച്ചുള്ള ധാരണയായിട്ടില്ല. പക്ഷേ ഹൂതികളുമായുള്ള യുദ്ധം മുറുകുകയാണെങ്കിൽ വീണ്ടും ആ പ്രദേശം ആകമാനം, മധ്യ പൗരസ്ത്യ പ്രദേശം ആകമാനം കലുഷിതമാകാനുള്ള സാധ്യതയാണ് മുന്നിൽ കാണുന്നത്. ജാഗ്രതയോടുകൂടി ഈ വിഷയത്തെ സമീപിക്കുക എന്നതാണ് എല്ലാവർക്കും അഭികാമ്യം.